പണ്ട് ഉത്തർപ്രദേശിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ മീര എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സഹോദരൻ രവി സ്കൂളിൽ പോകുമ്പോൾ അവനോടൊപ്പം സ്കൂളിൽ പോകണമെന്ന് അവൾക്കും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ദിവസം മീര അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനും സ്കൂളിൽ പോകട്ടെ. അവളുടെ അച്ഛൻ മുഖം ചുളിച്ചു. പെൺകുട്ടികൾ സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടുകാര്യങ്ങൾ നന്നായി ചെയ്യുവാൻ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവളെ തടഞ്ഞു. മീരയുടെ ഹൃദയം തകർന്നു. പക്ഷെ അവൾ തളർന്നില്ല. എല്ലാ ദിവസവും രാത്രി രവി പഠിക്കുമ്പോൾ അവൾ അവന്റെ അരികിലിരുന്ന് അവൻ പാഠങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിച്ചു. അങ്ങനെ അവൻ പഠിച്ച എല്ലാ വാക്കുകളും അവൾ പഠിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു അധ്യാപകൻ ഗ്രാമം സന്ദർശിച്ച് കുട്ടികളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ മറ്റാരേക്കാളും നന്നായി മീര അതിനെല്ലാം ഉത്തരം നൽകി. ടീച്ചർ അത്ഭുതപ്പെട്ടുകൊണ്ട് അവളുടെ പിതാവിനോട് ഈ കുട്ടിയെ സ്കൂളിൽ അയക്കണമെന്ന് പറഞ്ഞു. ഇവൾക്ക് പഠിക്കുവാൻ നല്ല കഴിവുണ്ട്. എല്ലാവരും മകളെ പ്രശംസിക്കുന്നത് കേട്ടപ്പോൾ അവളുടെ അച്ഛന് അഭിമാനവും അതേപോലെ ലജ്ജയും തോന്നി. പിറ്റേന്ന് അയാൾ മീരയെ സ്കൂളിൽ ചേർത്തു. നന്നായി പഠിച്ച അവൾ വർഷങ്ങൾക്ക് ശേഷം അവളുടെ ഗ്രാമത്തിലെ ആദ്യ വനിതാ അധ്യാപികയായി. മാത്രമല്ല, വീടുകൾ സന്ദർശിച്ച് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് അവൾ ഉറപ്പുവരുത്തുകയും ചെയ്തു. ഇന്നും നമ്മുടെ സമൂഹം സ്ത്രീകൾക്ക് അവർ അർഹിക്കുന്ന സ്ഥാനമാനങ്ങളും പദവികളും നൽകുന്നില്ല എന്നത് നമുക്കറിവുള്ളതാണല്ലോ. നിയമനിർമ്മാണം കൊണ്ട് ഔദ്യോഗിക തലങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്ത്രീകൾ പോലും തങ്ങളെ തന്നെ പുരുഷന്മാരെക്കാൾ താഴ്ന്നവരായിട്ടാണ് കണക്കാക്കുന്നത്. അവരുടെ ജനനം മുതൽ അവർ കണ്ടതും ശീലിച്ചതും അറിഞ്ഞതുമായ വസ്തുതകളുടെ വെളിച്ചത്തിലാണ് അങ്ങനെ ഒരു ചിന്ത അവരിൽ ഉളവായിട്ടുള്ളത്. എന്നാൽ സ്ത്രീ പുരുഷന്മാരെ തുല്യരായി കാണേണ്ടത് ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്റെ കെട്ടുപണിക്ക് ആവശ്യമാണ്. സ്ത്രീകളെ ഇന്നും സ്കൂളിൽ അയക്കുവാൻ താല്പര്യമില്ലാത്തവരുണ്ട്. ബാല്യം മുതൽ സ്ത്രീത്വത്തിന്റെ മഹത്വം കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. വിദ്യാഭ്യാസവും അതിന് മുഖാന്തരമാവണം. അതിനായി സമൂഹവും ഗവൺമെന്റും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. എല്ലാവരെയും തുല്യരായി കാണുവാനുള്ള ഒരു മാനസിക ഭാവം നമുക്കുണ്ടാകുവാൻ സാധ്യമാവണം. മറ്റുള്ളവരെ സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മേക്കാൾ ശ്രേഷ്ഠരായി കാണുവാൻ നമുക്ക് സാധ്യമാവട്ടെ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് ദൈവവചനം പറയുന്നു.